ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളെന്നല്ല കുറച്ചധികം നാൾ തന്നെയായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ജനുവരിയിലായിരുന്നു നിലമ്പൂർ പാട്ട്. പക്ഷെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഇന്നാണ്. പിന്നെ വെക്കേഷൻ ആവണമായിരുന്നു എനിക്ക് ആ ഒരു സമയവും സന്ദർഭമൊക്കെ അടുത്ത് വരാനായിട്ട്. അപ്പോൾ ഞാൻ ലിസേനെ വീട്ടിലിട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടി നിലമ്പൂർ പാട്ടിന് പോവുക. അപ്പോൾ ഈ പ്രാവശ്യം മെയിനായിട്ട് പോകാനുള്ള റീസൺ എന്താ വെച്ചാൽ 2 യന്ത്രഊഞ്ഞാലുണ്ട്. ആ 2 യന്ത്രഊഞ്ഞാൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വാശി പിടിച്ച് പോണത്. അപ്പം ഞങ്ങളെ എന്തായാലും യന്ത്രഊഞ്ഞാൽ കയറ്റണം എന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ മെയിനായിട്ട് പോണത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ റീൽസിലൊക്കെ കണ്ട പോലെ 2 യന്ത്രഊഞ്ഞാലുണ്ട്. അപ്പം തന്നെ സന്തോഷമായി. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ യന്ത്രഊഞ്ഞാലയിൽ കയറും. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോകുന്നത് മരണക്കിണർ കാണാനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മരണക്കിണറിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ചൊന്നുമല്ല, കുറച്ചധികം എല്ലാ പ്രാവശ്യത്തേനേക്കാളും തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ 2 യന്ത്രഊഞ്ഞാലൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം 2 തോണി കൊണ്ടുവരണമായിരുന്നു ആ 2 യന്ത്രഊഞ്ഞാലിന് പകരം. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടു. ഈ ഒരു സംഭവം ഇതിനേക്കാൾ എനിക്ക് കണ്ടു നിൽക്കണേക്കാളും ഇഷ്ടം യന്ത്രഊഞ്ഞാൽ, തോണി, അങ്ങനത്തെ കുറേ സംഭവങ്ങളിലേക്കാണ്. അപ്പം ഞങ്ങൾ 2-3-4 വർഷം മുന്നേ വന്നായിരുന്നു. ആ വന്നപ്പോൾ പെരും തിരക്ക്, ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് ആകെ ചൊറയായി. അപ്പോൾ പിന്നെ തൊട്ട് പറഞ്ഞു ഇനി ഒരു നിലമ്പൂർ പാട്ടിനും കൊണ്ടുപോകില്ലാന്ന്. പക്ഷേ ഈ പ്രാവശ്യം 2 യന്ത്രഊഞ്ഞാലേ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതിലെന്തായാലും കയറണം കരുതി. കാരണം ഈ ലൈഫിൽ ഇത്രയും നാൾ ഞങ്ങൾ വന്നിട്ട് ഇതിൽ കയറാത്ത എന്താണെന്ന് വെച്ചാൽ പേടി. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര ഹൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പേടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇതിൽ കയറാഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കയറിയപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം തോണി കയറുമായിരുന്നു. പക്ഷേ ആ തോണി കയറുന്ന അത്ര ഒരു പേടിയും കാര്യങ്ങളും ഇതിൽ വേണ്ട. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ബൺമസ്ക കഴിക്കാൻ കയറി. ബൺമസ്ക ഇതേപോലെ മസാലയും ബൺമസ്ക ആ ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അതും ട്രൈ ചെയ്തു, ഇതും ട്രൈ ചെയ്തു. രണ്ടും ഒരു ആവറേജ് ആയിരുന്നു. പിന്നെ കമ്മൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 100 കൂടാതെ അവിടെ ഒരു കമ്മലില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് വീഡിയോ എടുത്ത് പോന്നു. പിന്നെ ഒരു ബജ്ജിക്കടയിൽ കയറി. ആ കടയിൽ നിന്ന് ഈ കോളിഫ്ലവർ ഇതും മെയിനാട്ടോ. ഞങ്ങളിവിടെ വന്നാൽ ഇതെന്തായാലും കഴിക്കും. അതും കഴിച്ച് പിന്നെ വീട്ടിലേക്ക് എന്തോ അലുവയും കാര്യങ്ങളും വാങ്ങണം. സച്ചു എന്തോ ഒരു ജ്യൂസും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഒരു ബസാറിൽ കയറിയായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ നിലമ്പൂർ പാട്ടിൻ്റെ അത്രയും സാധനങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും ഇടാഞ്ഞ്. നിലമ്പൂർ പാട്ടിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു നെയ്ച്ചോറും കഴിച്ചു, ചിക്കനും കഴിച്ചു. ലിസിക്ക് 2 പീസ് ഞങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോന്നു. അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.